കത്തെഴുതി വെച്ചതും കാണാതെ പോയതും ഒക്കെ അഖിലയുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു നാടകമല്ലേ ദാസേട്ടാ? അല്ലായിരുന്നെങ്കിൽ പിന്നെ ആരെങ്കിലും പോയ പോലെ ഇങ്ങ് തിരികെ വരുവോ? അതെ, അതിപ്പോ നാടകമായിരുന്നെങ്കിൽ ദാസേട്ടന്റെ അഭിനയം കലക്കി. ദാസേട്ടൻ തന്നെയാ ഈ വർഷത്തെ മികച്ച നടൻ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ സ്നേഹത്തിന്റെ ആഴമിളക്കാൻ നടത്തിയ നാടകം സൂപ്പർ. അയ്യോ, ഞാൻ കരുതിയതുണ്ടല്ലോ ദാസേട്ടൻ ഒരു പാവാണെന്ന. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് തന്ത്രശാലിയായ മകളുടെ കുതന്ത്രശാലിയായ തന്തയാണെന്നൊക്കെ. ഒന്ന് നിർത്തുന്നുണ്ടോ മാഡം? പാതിരേക്ക് കയറി വന്ന് എന്റെ അഭിനയത്തിന് മാർക്കിടാൻ പോവാണോ? എനിക്ക് മാർക്കിടാൻ മാത്രം വിലാസിനി മാഡം വളർന്നിട്ടില്ല. പക്ഷേ ഞാൻ മാർക്കിട്ട അഭിനയത്തിന് മാത്രം വിലാസിനി മാഡത്തിന് ഉർവശി പട്ടം കിട്ടും. നിങ്ങൾ പറയുന്ന മര്യാദകേട് കേട്ട് പഞ്ചപുച്ഛം അടക്കി ഓച്ചാനിച്ചേക്കുന്ന ഒരാളാണ് ഞാനെന്ന് കരുതിയെങ്കിൽ അത് തെറ്റാ. ആ വിശ്വാസം കളഞ്ഞേക്ക്. ഇവിടെ ആരൊക്കെയാണ് ജീവിക്കുന്നതെന്നും ആരൊക്കെയാണ് അഭിനയിക്കുന്നതെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയുള്ളവരാ അഖിലാമ്മയുടെ ശിവരാമ സാറും. എന്റെ മകളെ കൊല്ലാൻ ശ്രമിച്ചതിന് അനിത്യസ്ഥാനം ഉണ്ടായിട്ടും നിങ്ങളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് ജയിലിലേക്ക് അയക്കാൻ തീരുമാനിച്ച അഖിലാമ്മയുടെ ഒരു സാധാരണക്കാരനായ ഞാനും എന്റെ മകളും ഇവിടം വിട്ടു പോയപ്പോ തിരക്കി പിറകെ വന്നു. എന്തുകൊണ്ട്? തിരിച്ചറിവുള്ളതുകൊണ്ട്. നിങ്ങൾക്കില്ലാത്ത ഒന്നതാ. നിങ്ങളെപ്പോലത്തെ നേരും നെറിയുമില്ലാത്ത ചിലരോടൊക്കെ ഏറ്റുമുട്ടി സ്വയം നാണം കെടണ്ടാന്ന് കരുതി തൃച്ചംബരം വിട്ടവനാ ഞാൻ. ഒരിക്കലും തിരിച്ചു വരണ്ടെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അഖിലാമ്മയുടെ എന്റെ വീട്ടിൽ എന്റെ മകൾ വെച്ചു വിളമ്പിയ അന്നത്തിന്റെ മുമ്പിലിരുന്ന് ഇത് ഞാൻ കഴിക്കണമെങ്കിൽ ദാസ് തൃച്ചംബരത്തേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോ എനിക്കത് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാ ഞാൻ തിരിച്ചു വന്നത്. അതെന്തുകൊണ്ടാ? അനുസരണയുള്ളതുകൊണ്ട്. നിങ്ങൾക്കില്ലാത്ത മറ്റൊരു ഗുണവും അതാ. നിങ്ങൾ പലപ്പോഴും പലതും പറഞ്ഞ് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മറുപടി പറയാതെ നിന്നിട്ടുള്ളത് നിങ്ങളെപ്പോലെ ആകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്നുവെച്ച് ദാസ് പ്രതികരണശേഷി നഷ്ടപ്പെട്ടവനാണെന്ന് കരുതരുത്. അളമുട്ടിയ ചേരയും കടിക്കും, അതോർമ്മിച്ചോ. നിങ്ങൾ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്താൽ ഞാനും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളൂ മാഡം? കഷ്ടം. പൊയ്ക്കോ. എനിക്കെതിരെ ശബ്ദിച്ച നിന്റെ നാവ് ഞാൻ നിശ്ചലമാക്കുന്നത് കണ്ടോ നീ? അനുസരണ എന്താണെന്നും അഭിനയം എന്താണെന്നും തിരിച്ചറിവ് എന്താണെന്നും ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ദാസേ. അതിനു മുൻപ് അഖിലയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. അനികൂട്ടാ, അരവിന്ദ് എന്തായി? ഇപ്പൊ ശരി ബ്രോ. ഉറങ്ങിക്കിടന്ന ആളെ തട്ടി വിളിക്കായിരുന്നു, അറിയോ? ഓ അത് ശരി. അല്ല, അമ്മ വിളിച്ചിരുന്നാ? ഇല്ല, നിന്നെ വിളിച്ചിരുന്നോ? എന്നെ വിളിച്ചിരുന്നു. ഈ വർഷാപ്പുകാരനെ തേടി ഇറങ്ങിയപ്പോൾ എന്നെ അമ്മ വിളിച്ചത്. അപ്പൊ തന്നെ ഞാൻ ബ്രേക്ക് ഡൗൺ ആയ കാര്യം അമ്മോട് പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി.
ഏതോ മുന്തിയ മെക്കാനിക്ക. ആ ആഹാ. കഴിഞ്ഞു സാർ. ആ ദാ, സാർ ബാക്കി. അതാ വെച്ചോളൂ. ഓക്കെ, താങ്ക് യു സാർ. പോവാം. പോവാം. കേറി കല്യാണി. അപ്പൊ ശരി, താങ്ക് യു. കേറടങ്ങട് അങ്ങോട്ട് നീങ്ങിരിക്കേ, എനിക്കിരിക്കണ്ടേ? കൃഷ്ണേട്ടാ, ആനന്ദിന്റെ അരവിന്ദിന്റെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്ന്. ചാർജ് തീർന്ന് മൊബൈൽ സ്വിച്ച് ഓഫ് ആയി കാണും. നീ ഇങ്ങനെ ടെൻഷൻ ആകാതാകില്ല. എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും കൃഷ്ണേട്ടാ? ഇന്നലെ രാത്രി വരേണ്ടവരാ, ഇന്ന് നേരം വെളുത്തിട്ടും കാണുന്നില്ലല്ലോ. അതൊരു ഗ്രാമപ്രദേശമല്ലേ, രാത്രിയിലൊന്നും അവർക്ക് വർക്ക്ഷോപ്പ് വരെ കിട്ടിക്കാണില്ല. ദാസേട്ടാ, കല്യാണി വിളിച്ചിരുന്നു? ഇല്ല മാഡം, മൊബൈൽ സ്വിച്ച് ഓഫാ. എങ്കിൽ താമസിക്കണ്ട, ദാസേട്ടനൊരു മെക്കാനിക്കിനെയും കൂട്ടി അവരുടെ കാർ കിടക്കുന്നിടത്തേക്ക് ചെല്ല്. നിൽക്കുദാസ്, ഞാനും വരാം. ഒരു മിനിറ്റ്, മൊബൈൽ എടുത്തിട്ട് വരാം. അരവിന്ദേ, ഡേ, ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. നേരെ മുകളിലേക്ക് കയറി പോവാ. നീ അമ്മയെ എന്തെങ്കിലും പറഞ്ഞ് നിർത്തിക്കൊള്ളണം. ഹെളൈമ അവിടെ ഉണ്ടല്ലേ? അരവിന്ദ്, ഒരു പഞ്ചർ ഒട്ടിക്കാൻ ഇത്രയും നേരം വേണോ? അല്ലമ്മേ, പഞ്ചർ മാത്രമായിരുന്നില്ല, വണ്ടി സ്റ്റാർട്ടായില്ലായിരുന്നു. എന്തോ മിസ്സിങ്. പിന്നെ ആ നാട്ടിലാണെങ്കിൽ നല്ലൊരു മെക്കാനിക്കോ വർക്ക്ഷോപ്പോ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കല്യാണി ഞാൻ ഇങ്ങോട്ട് ഒരു വീട്ടിലാക്കി. എന്നിട്ട് ഞാനും ബ്രോയും കൂടിയിട്ട് രാത്രി മൊത്തം അലഞ്ഞ് തിരിഞ്ഞ് ഉറങ്ങി കിടക്കണ മെക്കാനിക്കിനെ വിളിച്ചുണർത്തിയതാ. എന്നിട്ട് പിന്നെ അയാളൊക്കെ വന്ന് പഞ്ചറൊട്ടിച്ച് മിസ്സിംഗ് ഒക്കെ മാറ്റിയപ്പോ നേരം വെളുത്തു പോയി. ഒരു പോളെ കണ്ണടച്ചിട്ടില്ലമ്മേ. പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി. അതാ. ശരി, നീ റെസ്റ്റ് ചെയ്യ്. ആ ശരി അമ്മേ. അച്ഛാ, ദാസേട്ടാ, മാഡം. കല്യാണിയും കുട്ടി ഔട്ട് ഹൗസിലേക്ക് പൊയ്ക്കോളൂ. ശരി മാഡം. വാ. ആന്റി, എന്താ ആന്റി ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? കാറ് കേടായി,
മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വന്ന് ശരിയാക്കി. അത്രേ ഉള്ളൂ. അത് പറഞ്ഞു കേട്ട കഥ. ആ കഥയ്ക്ക് ഒരു പിന്നാമ്പുറമുണ്ട്. പിന്നാമ്പുറോ? എല്ലാവരും കൂടെ പോയി ദാസിനെയും മക്കളെയും വരവേറ്റു. അഖിലയെയും ദാസിനെയും ശിവരാമേട്ടനെയും ഒക്കെ മുമ്പേ കയറ്റി വിട്ടിട്ട് ആനന്ദം അടുക്കളക്കാരിയും കൂടി റൊമാൻസ്. കൂട്ടിന് അനിയനും ഭാവി അളിയനും. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ അമ്മയോട് നുണ പറഞ്ഞേക്കാൻ അനിയനെ ചട്ടം കെട്ടി ആനന്ദ് ഒന്നും അറിയാത്തവനെ പോലെ അവന്റെ മുറിയിലേക്കും പോയി. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥ. സംവിധാനം തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ. ഷോ, നേരിൽ കണ്ടതുപോലെയാണല്ലോ ആന്റി എല്ലാം വിവരിക്കുന്നേ. ഇതൊന്നും നേരിൽ കാണണ്ടടി. ഇതിനൊക്കെ ഒരു കോമൺ സെൻസ് മതി. നടക്കട്ടെ, എല്ലാവരുടെയും ആഘോഷം നടക്കട്ടെ. ഇതിനൊക്കെ ഞാൻ കണക്ക് പറയിപ്പിക്കും. അതിനി അധിക കാലമൊന്നുമില്ല. ഗംഗേ, നീ സൂക്ഷിച്ചോ. കഴിഞ്ഞ രാത്രി അവരുടെ ഹണിമൂൺ രാത്രി ആയിരിക്കരുതെന്ന് പ്രാർത്ഥിക്കുക. വാ. നാട് വിട്ടുപോയ ആ ദാസിനെയും കല്യാണിയെയും അഖില തന്നെ തേടി പിടിച്ചു കൊണ്ടുവരണമെങ്കിൽ ആ തൃച്ചംബരത്ത് എന്തോ നടക്കുന്നുണ്ട്. പ്രിയങ്ക പറയുന്നത് അതെ ശ്രീയേട്ട. അല്ലെങ്കിൽ ഗുരുജിയുടെ വാക്കുകളെയും അന്ധവിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്ന അഖില അതിന് മുതിരില്ല. നീ എന്താ പ്രിയങ്ക ഉദ്ദേശിക്കുന്നത്? ഗുരുജിയുടെ വാക്ക് ധിക്കരിച്ച് ആ അടുക്കളക്കാരി കല്യാണിയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധം അല്പം കൂടി ഊട്ടി ഉറപ്പിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തും ആ ശിവരാമനും ആനന്ദും. അങ്ങനെ സംഭവിക്കരുത്. അതിനല്ലേ നീ വിലാസിനിയോടും ഗംഗയോടും നന്ദനെ പക്ഷം പിടിക്കാൻ പറഞ്ഞത്? അതെ, പക്ഷെ അത് ആദ്യ റൗണ്ടിൽ തന്നെ പരാജയപ്പെട്ടു പോയില്ലേ. ഇനി എന്താണ് വഴി? വഴിയുണ്ട്. ഇനി ശ്രീനിയേട്ടൻ ഇറങ്ങി കളിച്ചേ പറ്റൂ. ഞാൻ തൃച്ചംബരത്ത് കയറി എന്ത് കളിക്കാൻ? അറിയാലോ, ഞാൻ ഇപ്പോഴും അണിഞ്ഞിരിക്കുന്നത് വിശ്വസ്തനായ മാനേജറുടെ ചെന്നായത്തോല. തൃച്ചംബരത്ത് ഇറങ്ങി കളിക്കണ്ട. മാനേജറുടെ ആ ചെന്നായ തോലിട്ട് തന്നെ കളത്തിലിറങ്ങിയാൽ മതി. ഞാൻ പറയുന്നത് ശ്രീനിയേട്ടൻ ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ അല്ലേ? അത് ഞാൻ ഏറ്റു. എന്നാ വണ്ടി എടുത്തോ. ഓക്കെ. അമ്മേ, ദേവി, അന്നിവിടെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ വലിയ കുഞ്ഞിനോട് പറഞ്ഞു നമുക്ക് പിരിയാന്ന്. ആ തെറ്റിന് എന്നോട് ക്ഷമിക്കണം. അതിനുശേഷം എന്തൊക്കെ നടന്നുവെന്ന് ദേവിക്കറിയാലോ. നാട് വിട്ടുപോയ ഞങ്ങളെ അഖിലാമ്മയുടെ എല്ലാവരെയും കൂട്ടി വന്ന് തിരികെ കൊണ്ടുവന്നു. ഇനിയും എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് അറിയില്ല. എനിക്ക് പേടിയാവുക. എനിക്ക് നീയേ ഉള്ളൊരാശ്രയം. കൈവിടല്ലേ.
ചന്ദനം വഴിയിൽ കളയാനുള്ളതല്ല, അത് തിരുനെറ്റിൽ ചാർത്താനുള്ളതാണ്. ചന്ദനം തണുപ്പാണ്, കുളിർമയുള്ളതാണ്, ഔഷധം കൂടിയാണ്. നെറ്റിയിലും നെഞ്ചിലും നാം ചന്ദനം ചാർത്തുമ്പോൾ ബുദ്ധിയിലും ഹൃദയത്തിലും നാം ദേവിയെ പ്രതിഷ്ഠിക്കുകയാണ്. അതായത് നാം നമ്മുടെ വികാരത്തിലും വിവേകത്തിലും ദേവനെയോ ദേവിയെയോ കൂടിയിരുത്തുന്നു. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ശരീരമെന്ന് തന്നെയാണ് അർത്ഥം. ഹൃദയമാണ് ശ്രീകോവിൽ. അത് പ്രകാശപൂർണവും നിർമ്മലവുമായിരിക്കണം. എന്നാൽ ദേവചൈതന്യം അവിടെ ഉണ്ടാകും. സ്വാമി. സ്വാമിയോ? ഞാനോ? ഞാൻ സ്വാമിയൊന്നുമല്ല മോളെ. സ്വാമിമാരെന്നൊക്കെ വിളിപ്പേരുള്ളവർ സംന്യാസിമാരാണ്. സംതൃക്കായൻ ന്യാസം, അതാണ് സന്യാസം. സർവവും പരമപാദത്തിലേക്ക് അർപ്പിച്ചവർ. എനിക്കൊന്നും അർപ്പിക്കാനുണ്ടായിരുന്നില്ല മോളെ, അതുകൊണ്ട് ഞാൻ സന്യാസിയുമല്ല. മോടെ മുത്തച്ഛന്റെ പ്രായമില്ലേ എനിക്ക്? എന്നെ മുത്തച്ഛന്ന് വിളിച്ചാ മതി. മുത്തച്ഛ. ആ വിളിയിൽ ഒരു സ്നേഹപ്രവാഹമുണ്ട്. എന്റെ ഉള്ളിൽ ഒരു വാത്സല്യ പ്രപഞ്ചം നിറഞ്ഞതുപോലെ. തൊഴുതു മടങ്ങുന്ന ചന്ദനം ചാർത്തിയ നിന്റെ മുഖത്ത് പ്രകാശത്തിന്റെ പ്രസരണം ഒട്ടും കാണുന്നില്ലല്ലോ മോളെ. പകരം അവിടെ കരിന്തിരിവട്ടമാണ്. എന്തു പറ്റി കുഞ്ഞെ? അത് മുത്തച്ഛ, സംഘർഷങ്ങൾ അവസാനിക്കുന്നില്ല അല്ലേ? അതങ്ങനെ അവസാനിക്കില്ല മോളെ. അതങ്ങനെ അനുസ്യൂതം അവിരാമം തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ജീവിതം. പിന്നെ ഉടനെ ഒരു കാര്യം കൂടി നിനക്കുണ്ടാകാൻ പോവുകയാണ്. നീ നിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ രഹസ്യം ഒരാൾ കൂടി അറിയാൻ പോവുകയാണ്. താലി രഹസ്യം. മുത്തച്ഛ, ബാക്കി കൂടി പറയാമോ? ഭയപ്പെടണ്ട കുട്ടി. കർക്കിടക പേമാരിയും ചിങ്ങപ്പുലരിയും പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് പോലെ ജീവിതത്തിലും അതൊക്കെ ഉണ്ടായിരിക്കും. നീ കാലത്തിന്റെ ഉർവരതയ്ക്ക് നന്ദി പറയും, നിന്റെ ഉള്ളിൽ നന്മയുടെ പൂമരം വിരിയിച്ചതിന്.